ഇന്നത്തെ കാലത്ത് MPV എന്ന് പറയുമ്പോൾ ഇതൊക്കെയായിരിക്കും. പക്ഷേങ്കിൽ 80 കാലഘട്ടങ്ങളിൽ ഒരു മുതലുണ്ടായിരുന്നു. അന്ന് ഇവനെ കാണുമ്പോൾ കൊച്ചുകുട്ടികളെല്ലാം അമ്മച്ചി എന്ന് വിളിച്ച് നിലവിളിച്ചോടുമായിരുന്നു. ദ കിഡ്നാപ്പിംഗ് വാൻ. 1984 മാരുതി ഉദ്योग ലിമിറ്റഡ് ഈ ഒരു ഉണ്ടക്കണ്ണനെ ഇന്ത്യൻ വിപണിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ നീണ്ട കാലയളവിൽ വിറ്റഴിക്കപ്പെട്ട വാഹനങ്ങളുടെ പട്ടികയിൽ ഇവന്റെ സ്ഥാനം ഏറെ. MPV എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു എന്നതായിരുന്നു ഇവൻ. എല്ലാ വാഹനങ്ങളുടെയും എക്സോസ്റ്റ് നോട്ടായിരിക്കും ഏറെ ഹൈലൈറ്റ് ആവുന്നത്. പക്ഷേങ്കിൽ ഇവന്റെ കാര്യത്തിൽ അത് ഡോർ അടക്കുന്ന സൗണ്ട് ഭീകരപ്പെടുന്ന ഒന്ന് തന്നെയാണ്. മാരുതി 800 അതേ എഞ്ചിനോട് കൂടിയാണ് ഈ ഒരു വില്ലൻ വന്നിരുന്നത്. സിനിമയിലെ പ്രധാന വില്ലൻ ആയിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ കഥ വേറെയായിരുന്നു. നാടിന്റെ ധീരരക്ഷകനായ നായകൻ, അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുടെ പ്രിയ കൂട്ടുകാരൻ എന്നിവയായിരുന്നു ഇവൻ ജനങ്ങൾക്കായി നിറവേറ്റിയ കടമകൾ. കാലക്രമേണ നിരവധി MPV വന്നിരുന്നുവെങ്കിലും ഒമിനിയുടെ കാര്യത്തിൽ മാറ്റമൊന്നും വരുത്തിയില്ല. പ്രത്യേകിച്ചും സേഫ്റ്റിയുടെ കാര്യത്തെ പറ്റി പറയുവാണെങ്കിൽ എന്നതായിരുന്നു. കൂടാതെ എയർ ബാഗ്, അതുപോലെ തന്നെ പുതിയ എമിഷൻ മാനദണ്ഡങ്ങൾ ഈ ഒരു വാഹനത്തെ